രാവിലെ തന്നെ രേവതി കിച്ചണിൽ ഭയങ്കര തിരക്ക് പിടിച്ച ഓരോ പരിപാടികളാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വർഷയും ശ്രുതിയൊക്കെ നന്നായിട്ട് ഉറക്കമാണ്. അവർക്കെല്ലാം ഇന്ന് ലീവ് ദിവസമാണ്. എന്നാൽ രേവതിക്ക് കടയിൽ പോകേണ്ടതുകൊണ്ട് രേവതി ധൃതി വെച്ച് എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം നന്നായിട്ട് ലേറ്റായി താമസിച്ച് ഉറങ്ങിയതിന് ശേഷം ലേറ്റായിട്ടാണ് നമ്മുടെ ശ്രുതി എഴുന്നേറ്റ് കിച്ചണിലേക്ക് വരുന്നത്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണം, ഞാൻ ആ ഹോളിലുണ്ടാവും, അങ്ങോട്ടേക്ക് കൊണ്ട് തന്നേക്കെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണ്. രേവതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, ഞാനിപ്പോൾ നല്ല തിരക്കാണ്, ഒരു ഗ്ലാസ് ചായ നിനക്കിട്ടങ്ങ് കുടിച്ചാൽ എന്താ, നിനക്ക് കൈയും കാലും ഒക്കെ ഇല്ലേ, ഈ കൈയും കാലും ഒക്കെ വെച്ചിട്ടല്ലേ നീ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്നത്, അപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചെന്നും പറഞ്ഞ് നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ രേവതി പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെ, ഞാൻ ഒരു ഗ്ലാസ് ചായ ചോദിച്ചതിനാണോ നീ ഇത്രയും മാത്രമൊക്കെ പറയുന്നത്? അല്ല ശ്രുതി, നിനക്ക് കണ്ടൂടെ, ഞാൻ ഇത്രയും തിരക്ക് പിടിച്ച് ഞാൻ എല്ലാവർക്കും കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കുകയല്ലേ, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കടയിലേക്ക് പോകാൻ. ആ പൂക്കടയിൽ ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ടാവും ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ രേവതിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, പിന്നെ നിന്റെ പൂക്കട വലിയ ഹൈലൈറ്റ് മാളല്ലേ, അവിടെ ഇതിനു വേണ്ടി തിരക്ക് പിടിക്കാൻ ഹൈവേയിലൊന്നും അല്ലല്ലോ പൂക്കട ഇരിക്കുന്നത്, നമ്മുടെ ഈ വീടിൻ്റെ വളവെങ്കലല്ലേ, അതിലെ എത്രത്തോളം തിരക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ നീ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ പറയണ്ടെന്ന് ഇങ്ങനെ പറയുകയാണേ. രേവതി പറയുന്നുണ്ട്, അതെ എന്തോ ആയിക്കോട്ടെ, ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചെന്നും പറഞ്ഞ് നിനക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ശ്രുതി അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ നിന്റെ പൂക്കടയില്ലേ ഒരു ഈച്ച പോലും കയറുന്നില്ലെന്നാ ആളുകൾ പറയുന്നത്. ഇത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട്, ആണോ, ആരാ അത് പറഞ്ഞത്, എനിക്ക് അങ്ങനെയൊന്നും അറിയണമല്ലോ, അങ്ങനെയെങ്കിൽ അങ്ങനെ, എന്തായാലും നിനക്കിപ്പോൾ ചായ എടുത്തു തരാൻ എനിക്ക് സമയമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ രേവതി, നീ രാവിലെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നത് ഇവിടെ, എന്താ ബഹളം എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞാനൊരു ഗ്ലാസ് ചായ ചോദിച്ചതിനാ ഇവൾ ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കുന്നത്. അതെന്താ രേവതി, ശ്രുതിമോൾ ഒരു ഗ്ലാസ് ചായ ചോദിക്കുമ്പോൾ നിനക്കതങ്ങെടുത്ത് കൊടുത്താൽ പോരെ, എന്തിനാ ഇവിടെ കിടന്ന് ആവശ്യമില്ലാതെ ബഹളം വയ്ക്കുന്നതെന്ന് ഇങ്ങനെ ചന്ദ്ര ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അതെ എനിക്ക് പൂക്കടയിലേക്ക് പോകണം, അതുകൊണ്ടാണ്, ഞാനിവിടെ തിരക്ക് പിടിച്ച് പണിയല്ലേ അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് ചായ കൊടുത്തതിനെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ അവിടെ വലിയ ഹൈലൈറ്റ് മാളല്ലേ, അവൾ അവിടെ ചെന്നിട്ട് അവൾക്ക് MD ആണല്ലോ അവൾ, അവിടെ ചെന്നിട്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും നടത്താൻ ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ പുച്ഛത്തോടെ കൂടി പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ നമ്മുടെ രേവതിയെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട്. ആഹാ, ഇവര് ഇത്രയ്ക്കായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുമ്പോട്ട് വരാനേക്ക് തുടങ്ങുമ്പോഴേക്കും എത്രത്തോളം പോകുമെന്ന് അറിയാലോ എന്ന് അറിയാനായിട്ട് സച്ചി അവിടെ നിന്ന് കേൾക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അതെ എനിക്ക് എന്തായാലും ഒരു ഗ്ലാസ് ചായ കിട്ടിയേ പറ്റൂ, ചായ കുടിച്ചില്ലെങ്കിലേ എനിക്ക് തലവേദന എടുക്കും, ഇന്ന് എന്തായാലും നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം, ചായ അങ്ങോട്ടേക്ക് തന്നേരിട്ടോ. എന്നിട്ട് ശ്രുതി വീണ്ടും രേവതിയോട് പറയണം, എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്, അതും കൂടി ഞാൻ അവിടെ എടുത്തു വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതെന്താ മോളെ, മോക്കെന്താ ഇത്ര പണി അവിടെ, ഇത്രയ്ക്കും റെസ്റ്റ് എടുക്കേണ്ട ജോലിയൊക്കെ അവിടെ ഉണ്ടോ, മോൾ അവിടുത്തെ ഓണറല്ലേ, പിന്നെ ക്യാഷ്യറായിട്ട് അവിടെ ഇരുന്ന് ഇതൊക്കെ ബില്ലൊക്കെ നോക്കി പൈസയൊക്കെ മേടിച്ചിട്ടാ പോരെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, അല്ലമ്മേ ഞാൻ അവിടെ ഭയങ്കര കസ്റ്റമേഴ്സിൻ്റെയൊക്കെ തിരക്കാണല്ലോ, അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്യണ്ടേ, അല്ലാതെ ഞാൻ അവിടുത്തെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടൊന്നുമല്ല. അത് തന്നെയാണ് മോളെ പറഞ്ഞത്, സ്റ്റാഫുകളൊക്കെ നന്നായിട്ട് പണിയെടുക്കട്ടെ, അവർക്ക് എന്തായാലും ശമ്പളം കൊടുക്കണ്ടല്ലോ, മോളെന്തായാലും അവിടുത്തെ പണിയൊന്നും എടുക്കാൻ നിൽക്കേണ്ടെന്നാ അമ്മ പറഞ്ഞെന്നിങ്ങനെ ചന്ദ്ര പറയാണ് കേട്ടോ. അല്ല ആൻറ്റി, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഭയങ്കര റിസ്ക് ആണ്, അതുകൊണ്ട് ഞാൻ നല്ല ടെൻഷനാണ്, അതുകൊണ്ടാണ് ഇന്ന് റെസ്റ്റ് എടുക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട്, കേട്ടല്ലേ രേവതി, എന്തായാലും മോക്ക് നല്ല റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലാതെ നിന്റെ പെട്ടിക്കട പോലത്തെ പൂക്കടയിലെ പോലെയല്ല, മോള് ലക്ഷങ്ങൾ പൈസ മുടക്കിയാണ് നമ്മുടെ പാർലറൊക്കെ ആരംഭിച്ചിട്ടുള്ളത്, അവിടുത്തെ ഓരോ പ്രോഡക്റ്റിൻ്റെയും വില നിനക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്, അതുകൊണ്ട് മോള് പറഞ്ഞതൊക്കെ കേട്ടല്ലോ, എന്തായാലും മോളുടെ ഡ്രസ്സൊക്കെ അലക്കി നന്നായിട്ട് തേച്ച് മടക്കി അവളുടെ റൂമിൽ കൊടുക്കണം, തന്നെയല്ല വർഷമോളും ഇപ്പോൾ ഡ്രസ്സ് കൊണ്ടുവരും, അത് കഴിഞ്ഞിട്ട് എൻ്റെയും രവി ഏട്ടൻ്റെതും അലക്കി തേച്ച് അങ്ങ് എത്തിച്ചേക്കണമെന്നിങ്ങനെ ചന്ദ്രമതി പറയാണ് കേട്ടോ.
എന്നാൽ ഇതിനൊന്നും മറുപടി പറയാനാവാതെ രേവതി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം ഇത് കേട്ടിട്ട് സച്ചിക്കാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. സച്ചി പെട്ടെന്ന് ഇവരുടെ ഇടയിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ് കേട്ടോ. ആഹാ, കൊള്ളാലോ, കഴിഞ്ഞോ, എല്ലാവർക്കും ഉള്ളത് ആയല്ലോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ളതും കൂടി ഉണ്ടാക്കി വെക്കണ്ടേ? നിങ്ങൾക്കൊന്നും നാണമില്ലല്ലോ. പൗഡർ ഏട്ടത്തി 4 നേരം വെട്ടി വിഴുങ്ങാനായിട്ട് ഉണ്ടാക്കി തരുന്നതും പോരാ, എന്നിട്ട് എന്തിനാ ഇവളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? എല്ലാ സമയത്തും കഴിക്കാൻ മാത്രമായിട്ട് ടേബിളിലോട്ട് അങ്ങ് വന്നിരുന്നാൽ മതിയല്ലോ. നിങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട് ഇപ്പോൾ രേവതിയും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിന് എന്നെ പോലെ ആണോടാ നിന്റെ ഭാര്യ? അതെന്താ പൗഡർ ഏട്ടത്തിക്ക് 2 കൊമ്പുണ്ടോ? ഇതുപോലെ ഒന്നിനും കൊള്ളാത്ത വീട്ടിൽ നിന്ന് കയറി വന്നവളല്ല ഞാൻ എന്നിങ്ങനെ ശ്രുതി പറയുമ്പോഴേക്കും, ഓ അതേക്കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ പറയണ്ട. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെന്താടാ പറഞ്ഞാല്? മോളുടെ അച്ഛനെ മലേഷ്യയിൽ ബിസിനസ്സാ. ഇവളുടെ വീട്ടുകാർക്ക് എന്ത് കൊട്ടത്തേങ്ങ ഉള്ളത്? ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നവളല്ലേ ഇവളുടെ വീട്ടുകാർ എന്നിങ്ങനെ പറയാണ് കേട്ടോ ചന്ദ്രമതി. ഇത് കേട്ടിട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തിനാമ്മേ എപ്പോഴും വീട്ടുകാരെ ഇതിലേക്ക് വലിച്ച് ഇറക്കുന്നത്? നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാലോ എന്നിങ്ങനെ രേവതി എപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ മാത്രം പറഞ്ഞ പോരാ, നിന്റെ വീട്ടുകാരെയും പറയണം. കള്ളക്കൂട്ടങ്ങൾ എന്നിങ്ങനെ ചന്ദ്രമതി പല്ല് കടിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതി ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, രേവതി നീ ഇങ്ങോട്ടേക്ക് വന്ന ചരിത്രത്തെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. അതുകൊണ്ട് നിന്റെ നിലനിൽപ്പിന് ആൻറ്റിയെ വെറുപ്പിക്കുന്നത് അത്ര നല്ലതായി നീ കാണണ്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഓ പൗഡർ ഏട്ടത്തി തട്ടാതെയും മുട്ടാതെയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇത് കേട്ടിട്ട് ശ്രുതി ഒന്ന് ഇങ്ങനെ പരിങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? അങ്ങനെ തട്ടി മുട്ടിയൊന്നും മുന്നോട്ട് പോകേണ്ട ആവശ്യം ശ്രുതിമോൾക്കില്ല. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ടോ, ഓ ശരിയാണല്ലോ, പൗഡർ ഏട്ടത്തിയുടെ അച്ഛൻ കുറേ നാളായല്ലോ മലേഷ്യയിലാണ്, വലിയ കാശുകാരനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇത്രയും നാളായിട്ട് ഒരു ചില്ലി കാശെങ്കിലും അയച്ചു തരുന്നുണ്ടോ? അതോ ഇനി പൗഡർ ഏട്ടത്തി തരുന്നതൊക്കെ സേവ് ചെയ്ത് വെക്കുകയാണോ? അല്ല പൗഡർ ഏട്ടത്തി അങ്ങനെ കാര്യമായിട്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അതുമാത്രമല്ല സുധിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വിചാരിച്ച ഒരു പണി കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. പണക്കാർക്ക് ഇപ്പോൾ എവിടെയും ജോലി കിട്ടുന്ന കാലമാണ്. ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. ശരിയാണല്ലോ, അതൊക്കെ പൈസ ഉണ്ടെങ്കിലേ എൻ്റെ മോന് നല്ല ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് പിന്നെ സുധി ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ, അവൻ പഠിപ്പിനനുസരിച്ച് ജോലി കിട്ടണമെന്ന് ഉള്ള ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. എൻ്റെ പണത്തെ സ്വാധീനിച്ചൊന്നും ജോലി വേണ്ടെന്ന് സുധിക്ക് കഴിവുണ്ടല്ലോ, ആ കഴിവ് പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ ഒഴിഞ്ഞുമാറാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ കൂടെ പറയുന്നുണ്ട്, ആ അതെ എൻ്റെ മോന് നല്ല കഴിവുണ്ട്, അല്ലാതെ നിന്നെ പോലെയല്ല. അവൻ്റെ കഴിവ് ഉപയോഗിച്ച് തന്നെ ഒരു സ്ഥാനത്തെത്തും എന്നിങ്ങനെ പറയാണ് കേട്ടോ ചന്ദ്രമതി. എത്തുന്നിടത്ത് വെച്ചേ നമുക്ക് കാണാം എന്നിങ്ങനെ പറയാണ് കേട്ടോ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, അമ്മയ്ക്ക് ഇടത്തേക്ക് പൗഡർ എടുത്തി 5000 രൂപ വെച്ച് തരുന്നുണ്ടായിരുന്നില്ലേ, ഇപ്പം അത് തരുന്നുണ്ടോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട്, അത് നീ അറിയുന്ന എന്തിനാ? അപ്പോൾ ശ്രുതി പറയാണ്, അതെ ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടിയിട്ട് അമ്മയ്ക്ക് കൊടുക്കാമെന്നിങ്ങനെ പറയാണ്. അതിന് ശ്രുതിയാണെങ്കിൽ ബ്യൂട്ടി പാർലറിലെ ഓണറല്ലേ, പിന്നെന്താ ഇത്ര അവിടുന്ന് പൈസ എടുക്കാൻ ബുദ്ധിമുട്ട്? അല്ലാതെ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജോലിക്കാരിയൊന്നും അല്ലല്ലോ പൗഡർ ഏട്ടത്തി. അതിനുവേണ്ടി മാത്രമല്ലേ ആ ബ്യൂട്ടി പാർലർ നടത്തുന്നത്. നല്ല വരുമാനം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതുമാത്രമല്ല അങ്ങോട്ടേക്ക് എത്ര കസ്റ്റമേഴ്സിനെയാണ് ഞാൻ കൊണ്ടുവിടുന്നത് എന്നറിയോ? മൊത്തത്തിൽ ചുരുങ്ങിയത് എങ്ങനെ നോക്കിയാലും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പൗഡർ ഏട്ടത്തിയുടെ കയ്യിൽ കണ്ടാൽ പോരല്ലോ. സച്ചി നിനക്ക് എന്തൊക്കെ അറിയണം? പണം ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് ഇതിനൊന്നും എതിർത്ത് പറയാൻ കഴിയാതെ ആകെ പരിങ്ങലായിട്ട് നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. എന്നാൽ സച്ചി വിടാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. എന്ന് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ എന്നിങ്ങനെ പറയാണേ. പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് അത് ചോദിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടത്തില്ല എന്നിങ്ങനെ പറയണേ. മോളെ അവൻ അതും കൂടി ചോദിക്കട്ടെ എന്നിങ്ങനെ ചന്ദ്രമതി പറയാണ്. എന്താടാ നിന്റെ സംശയം? അതെ പൗഡർ ഏട്ടത്തിയോട് തന്നെയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാ. എടാ നിനക്കറിയാലോ അത് ശ്രുതിയുടേതാണെന്ന്. അല്ല എനിക്കൊരു സംശയം, പൗഡർ ഏട്ടത്തിയെ തന്നെയാണോ അതിൻ്റെ ഓണർ എന്നിങ്ങനെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ.
അതെന്താ സച്ചി നീ അങ്ങനെ ചോദിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ല ഓട്ടത്തിന് വരുന്ന കസ്റ്റമേഴ്സേ ഈ ഗ്രീൻ ബ്രാൻഡ് എന്ന് ഉള്ള ബ്യൂട്ടി പാർലർ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ആളുകൾ വരുന്നത്. ഇനി ഏട്ടത്തിയാണെങ്കിൽ വല്ല ചന്ദ്രമതി ബ്യൂട്ടി പാർലർ മാറ്റിയിട്ട് ഗ്രീൻ ബ്രാൻഡെന്നോ മറ്റോ ആക്കിയോ എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതി ആകെ പരുങ്ങുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പെട്ടെന്ന് പറയുന്നുണ്ട്, അല്ല ആ ഷോപ്പിൻ്റെ പുറകിലായിട്ട് ഒരു ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ ചെറിയൊരു ഷോപ്പുണ്ട്, അത് അന്വേഷിച്ചിട്ട് വരുന്നതാണെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ എന്തായാലും പെട്ടെന്ന് റെഡിയാവും, നമുക്കൊന്ന് പുറത്തൊക്കെ പോവാന്നേ. അപ്പോൾ രേവതി പറയണ, അയ്യോ സച്ചിയേട്ടാ ഇന്ന് എനിക്ക് പൂ കെട്ടാൻ പോകണം, തന്നെയല്ല ഇവിടുത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടുമില്ല, അതൊക്കെ അവിടെ കിടക്കട്ടെ, ഇന്ന് എന്തായാലും ഒരു ദിവസം പൂ കെട്ടണ്ട. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെങ്ങനെയാടാ ശരിയാവുന്നത്, ഇവിടെ ഇന്ന് വർഷമോളും ശ്രുതിമോളും വീട്ടിലിരിക്കുന്ന ദിവസമാണ്, ഇവിടെ പിന്നെ ആരെ ഇവർക്കൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന? അതെ ഇന്ന് രണ്ടുപേരും വീട്ടിലുണ്ടല്ലോ, വേണമെങ്കിലേ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളും. എന്തായാലും രേവതി നീ റെഡിയാവുന്നിങ്ങനെ സച്ചി പറയാണ് കേട്ടോ. അങ്ങനെ സച്ചി രേവതിയെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം ചന്ദ്രമതിയാണ് ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ അവൻ പറഞ്ഞതിനൊക്കെ മോക്ക് നന്നായിട്ട് അങ്ങോട്ട് മറുപടി കൊടുത്തോടായിരുന്നു. എന്തായാലും മോള് ചന്ദ്രമതി ബ്യൂട്ടി പാർലർ ഇതുവരെ പേരൊന്നും മാറ്റിയിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഏയ് ഇല്ല ആൻറ്റി, അതെന്താ അങ്ങനെ പറഞ്ഞ? അല്ല അവൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മോള് തല താഴ്ത്തി നിന്ന് എന്താന്ന് ഇങ്ങനെ ചോദിക്കാണ്. ഏയ് ഒന്നുമില്ല ആൻറ്റി, സച്ചി ഇങ്ങനെ ഓരോ മറുപടി പറയുമ്പോഴേയും എനിക്ക് അതിനുള്ള മറുപടി പറയാനായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല ആൻറ്റി, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ശ്രുതി അവിടെ നിന്ന് തടി തപ്പുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതിയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ ഉരുത്തിരിയുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഇനി അവൾ എന്നെ വലിയ മലേഷ്യക്കാരൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചതായിരിക്കുമോ? ഇനി ബ്യൂട്ടി പാർലറിൽ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ സംശയം തോന്നാണ്. എനിക്ക് വെറുതെ തോന്നുമായിരിക്കും. എന്തായാലും ശ്രുതിമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിലും എന്നാലും ചന്ദ്രമതിക്ക് ഇങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉരുത്തിരിയുന്നുണ്ട് കേട്ടോ. എന്തായാലും ശ്രുതി ഒന്ന് വാച്ച് ചെയ്യണമെന്ന് ചന്ദ്രമതി തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പോയിട്ട് നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ടായ മീരേനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മീര പറയാണ്, അതെ ഞാൻ നിന്നെ വിളിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു, ഒരു വലിയ പ്രശ്നമുണ്ട്, എന്താന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും പറയുന്നുണ്ട്, അതെ ആ ബീരാന് ഇപ്പോൾ വലിയൊരു ഷോർട്ട് ഫിലിമിൽ അവസരം കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്, അത് നന്നായിട്ട് ഫേമസ് ആവുകയും ചെയ്യും, അപ്പോൾ നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുമല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രുതി ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അയ്യോ ഇനി എന്താ ചെയ്യുക, ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനൊരു വഴി കാണണമല്ലോ, പിന്നെ ഞാൻ എൻ്റെ ഒരു വിഷമം പറയാൻ വേണ്ടിയിട്ട് നിന്നെ വിളിച്ചത്, ഇതിപ്പോൾ ആകെ പ്രശ്നമായല്ലോ എന്നിങ്ങനെ പറയണേ. അതിരിക്കട്ടെ, എന്താ നിന്റെ പ്രശ്നം എന്നിങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ടേ. അതെ ആ സച്ചി എന്തൊക്കെയോ അറിഞ്ഞ മട്ടാന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്തറിഞ്ഞോന്ന്? അതെ ആ സച്ചിയുടെ കാറിൽ വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഇപ്പോൾ ഗ്രീൻ ബ്രാൻഡ് എന്ന ബ്യൂട്ടി പാർലർ അന്വേഷിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് നീ എന്ത് ചെയ്തു എന്നിങ്ങനെ കൂട്ടുകാരി ചോദിക്കുന്ന സമയത്ത്, അതെ ഞാൻ ഇപ്പോൾ നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ അകത്ത് ഒരു ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഷോപ്പും കൂടി ഉണ്ടെന്ന് പറഞ്ഞ ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയുകയാണ്. അതെന്തായാലും നന്നായി എന്ന് കൂട്ടുകാരി പറയുന്ന സമയത്ത് വീണ്ടും ആ കൂട്ടുകാരി തന്നെ പറയുന്നുണ്ട്, എന്തായാലും നീ ഈ സത്യങ്ങളൊക്കെ അവരോട് എങ്ങനെയെങ്കിലും തുറന്നു പറ, എത്രയെന്നും പറഞ്ഞിട്ടാ ഈ കള്ളത്തരങ്ങൾക്ക് പുറകെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ പിടിക്കപ്പെടും ഒരു ദിവസം, നീ എത്ര നാൾ ഇതൊക്കെ മറച്ചു വയ്ക്കുന്ന കൂട്ടുകാരി ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര ഇനി എന്താ ചെയ്യുക, ആ സച്ചി എങ്ങാനും സത്യങ്ങൾ പുറത്തെറിഞ്ഞ എല്ലാം ഇവിടെ അറിയും, ആൻറ്റി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ പ്ലാനുകളെല്ലാം തകരുമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നാൽ ഇവൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ഇങ്ങനെ ചന്ദ്രമതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ചന്ദ്രമതി ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈശ്വര ഈ കള്ളി എന്നോട് എന്തൊക്കെയാ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത്, ഇവളപ്പോൾ ബ്യൂട്ടി പാർലർ വിറ്റോ, ഈ ബ്യൂട്ടി പാർലറിൻ്റെ പേര് ഗ്രീൻ ബ്രാൻഡ് എന്നാക്കിയോ, അപ്പോൾ സച്ചി പറഞ്ഞത് ശരിയാണോ, ഇനി ഞാൻ എന്താ ചെയ്യുക, ഇവളെ ഞാൻ ഇന്ന് ശരിയാക്കുമെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവർ ഫോൺ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ.